അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ദുറൂസുൽ ഇഹ്സാനിൻ്റെ ഒരു ഫുൾ റിവിഷനാണ് ഈ വീഡിയോയിൽ നാം ചെയ്യുന്നത്. വിദ്യാർത്ഥികളൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനം തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല രൂപത്തിൽ ഉത്തരം എഴുതിയാൽ മാത്രമാണ് മൂന്നാം ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുക. അതുകൊണ്ട് വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ പഠിക്കുകയും പരീക്ഷയിൽ ഉന്നത മാർക്കോടുകൂടെ വിജയിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ ബിസ്മി കൊണ്ട് തുടങ്ങാം എന്ന് തുടങ്ങി 10ാമത്തെ പാഠം ഞാൻ നല്ല കുട്ടി. ഇത്രയും പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോ പാഠങ്ങളും നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്, വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങൾ ആവർത്തിച്ച് വായിക്കുകയും എഴുതാനുള്ളത് എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ഇതിന്റെ കൂടെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാം കാണുകയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു. 1ാമത്തെ പാഠം ബിസ്മി കൊണ്ട് തുടങ്ങാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമല്ലേ? നമുക്ക് ഒരുമിച്ച് ഒരു പാട്ട് പാടാം. ബിസ്മി പറഞ്ഞു തുടങ്ങുക നാം, ബറക്കത്തേറെ നേടുക നാം. ബിസ്മി പറഞ്ഞു തിന്നുക നാം, ബിസ്മി പറഞ്ഞു കുടിക്കുക നാം. ബിസ്മി പറഞ്ഞു പഠിക്കുക നാം, റബ്ബിനിഷ്ടം നേടുക നാം. ഇത് നല്ല മനോഹരമായിട്ട് കേൾക്കണമെങ്കിൽ ഇവിടെയുള്ള ഈ കോഡ് സ്കാൻ ചെയ്താൽ മതി. ഏതായാലും എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണമെന്ന് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാച് അകന്നു പോകും. ഏതെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ ബിസ്മി കൊണ്ട് തുടങ്ങേണ്ടത്? കണ്ടോ, ഇവിടെ ഒരു മോന് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഫോട്ടോയുണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നാം ബിസ്മി പറയണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. അതുപോലെ പാഠപുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ നാം എന്ത് പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. അതുപോലെ സ്വിച്ചിടുമ്പോൾ നാം എന്ത് പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. അപ്പോൾ എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം തുടങ്ങേണ്ടത്. നമുക്ക് എഴുതാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലെ അള്ളാഹുവിന്റെ 3 നാമങ്ങൾ ഏതൊക്കെയാണ്? അല്ലാഹ്, അർ റഹ്മാൻ, അർ റഹീം. വിദ്യാർത്ഥികൾ നിർബന്ധമായും എഴുതി പരിശീലിക്കണം. ഇനി ഇവിടെ ചേർത്ത് വായിക്കാം. വായന തുടങ്ങുമ്പോൾ ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. സദഖ നൽകുമ്പോൾ ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. എല്ലാ നല്ല കാര്യങ്ങളുടെയും അവസാനത്തിൽ ബിസ്മി ചൊല്ലണം. അത് തെറ്റാണ്. പിന്നെയോ, എല്ലാ നല്ല കാര്യങ്ങളുടെയും ആദ്യത്തിലാണ് നാം ബിസ്മി ചൊല്ലേണ്ടത്. ഇനി ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങളിൽ നിന്നും പുസ്തകത്തിൽ ഇല്ലാത്ത 4 നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. സദഖ നൽകുമ്പോൾ ബിസ്മി പറയാം, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മി പറയാം, വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മി പറയാം, വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മി പറയാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഏത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ തുടക്കത്തിൽ ബിസ്മി പറയണം. ഇനി അടുത്തത് പാഠം 2, അസ്സലാമു അലൈക്കും. നാം ഒക്കെ മുഅ്മിനീങ്ങളാണ്, വിശ്വാസികളാണ്. നമുക്കിടയിൽ സ്നേഹം വർദ്ധിക്കണം, ഒരുമയുണ്ടാവണം. ഇതിനൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ് നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക എന്നുള്ളത്. എന്താണ് സലാം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പോ മുസ്ലിമീങ്ങളായ നമ്മുടെ സുഹൃത്തുക്കളെ കാണുമ്പോൾ നമ്മൾ എന്ത് പറയണം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് സലാം പറയണം. ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ മുഅ്മിനാവാതെ സ്വർഗത്തിൽ കടക്കുകയില്ല. സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ആരാവണം? മുഅ്മിനീങ്ങളാവണം, വിശ്വാസികളാവണം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ മുഅ്മിനാവുകയില്ല. പരസ്പരം സ്നേഹമുണ്ടാകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നാലോ? നിങ്ങൾ പരസ്പരം സലാം വ്യാപിപ്പിക്കുക. അപ്പോൾ പരസ്പരം സലാം വ്യാപിപ്പിക്കുന്നതിലൂടെ നമുക്കിടയിലുള്ള സ്നേഹത്തെ വർദ്ധിപ്പിക്കാൻ പറ്റും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ താഴെ കുറച്ച് പോയിന്റുകളുണ്ട്. മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയണം. സ്വർഗത്തിൽ കടക്കാൻ മുഅ്മിനാവണം. മുഅ്മിനാവാൻ പരസ്പരം സ്നേഹം വേണം. സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹമുണ്ടാകും. എങ്ങനെയാണ് സലാം പറയേണ്ടത്? അസ്സലാമു അലൈക്കും എന്നാണ് സലാം പറയുക. വ അലൈക്കുമുസ്സലാം എന്നാണ് സലാം അടക്കുക. ഈ അസ്സലാമു അലൈക്കും, വ അലൈക്കുമുസ്സലാം എന്നെല്ലാം വിദ്യാർത്ഥികൾ എഴുതിയും പരിശീലിക്കേണ്ടതുണ്ട്.
കണ്ടോ, ഇവിടെ കളർ ചെയ്യാനുണ്ട്. നിർബന്ധമായും ഇത് എഴുതിയും വിദ്യാർത്ഥികൾ പഠിക്കണം. ഉത്തരം എഴുതാം. സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്? സ്നേഹമുണ്ടാകും. ക്ലാസ്സിൽ കയറുമ്പോൾ സലാം പറയൽ, അതുപോലെ മദ്രസയിലേക്ക് പോകുമ്പോൾ വീട്ടുകാർക്ക് സലാം പറയൽ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ കൂട്ടുകാരെ കാണുമ്പോൾ നമ്മൾ സലാം പറയണം. വീട്ടിൽ നിന്ന് പോകുമ്പോൾ, വീട്ടിലേക്ക് കയറി വരുമ്പോഴൊക്കെ നമ്മൾ സലാം പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇനി പാഠം 3, ഉമ്മയും ഉപ്പയും. ഉമ്മയും ഉപ്പയും. പ്രിയപ്പെട്ട കുട്ടികളെ, വീട്ടിൽ നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? നിങ്ങൾക്ക് ഉപ്പയെയും ഉമ്മയെയും ഇഷ്ടമല്ലേ? അവരുടെ കണ്ണുകൾ നിറയുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലുമില്ല. മാതാപിതാക്കളെ കുറിച്ച് നമുക്ക് ഒരു പാട്ട് പാടാം. നമ്മൾ കാരണമായിട്ട് നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണ് നിറയാൻ പാടില്ല. അവർ പറയുന്നത് അനുസരിക്കണം, അവരെ നമ്മൾ കേൾക്കണം. നമ്മൾ കാരണമായിട്ട് അവർക്കൊരു വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. ഇവിടെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്. ഉമ്മയെ പൊന്നുപ്പയെ സ്നേഹിച്ചാദരിച്ച് നാം റബ്ബിന്റെ പ്രിയം വാങ്ങി വിജയം നേടിയിടണം. നാളേറെ കഷ്ടപ്പെട്ട് വയറ്റിൽ ചുമന്നല്ലോ വേദന സഹിച്ചുമ്മ നമ്മളെ പ്രസവിച്ചു. ഭാരിച്ച ജോലി ചെയ്ത് ഉണ്ണാനും ഉടുക്കാനും നമ്മളെ വളർത്താനും പൊന്നുപ്പ കഷ്ടപ്പെട്ടു. ഈ പാട്ട് മനോഹരമായി കേൾക്കണമെങ്കിൽ ഈ കോഡ് സ്കാൻ ചെയ്താൽ മതി. ഏതായാലും ഗർഭം ചുമന്നതും വേദന സഹിച്ച് പ്രസവിച്ചതും ആരാണ്? ഉമ്മയാണ്. അതുപോലെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ആരാണ്? ഉപ്പയാണ്. മാതാപിതാക്കളെ നാം സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം. മാതാപിതാക്കൾക്ക് വേണ്ടി നാം ദുആ ചെയ്യണം. മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും. അപ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കണമെങ്കിൽ ആരുടെ ഇഷ്ടം ആദ്യം ലഭിക്കണം? നമ്മുടെ മാതാപിതാക്കളുടെ ഇഷ്ടം ലഭിക്കണം. എങ്ങനെയാണ് മാതാപിതാക്കളുടെ ഇഷ്ടം ലഭിക്കുക? അവരെ നമ്മൾ ഉറപ്പിക്കാൻ പാടില്ല, അവരെ നമ്മൾ സങ്കടപ്പെടുത്താൻ പാടില്ല, നമ്മൾ കാരണം അവര് വിഷമിക്കാൻ പാടില്ല. അവർ പറഞ്ഞത് അനുസരിക്കുക. അങ്ങനെ അവർ പറയുന്നതനുസരിച്ച്, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അവര് നമ്മെ ഇഷ്ടപ്പെടും. അവർ നമ്മെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും. റബ്ബിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം മാതാപിതാക്കളുടെ തൃപ്തി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഉത്തരം എഴുതാം. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും എപ്പോൾ? മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ. ഓർത്തു പറയാം, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പേരെന്താണ്? ഉമ്മയുടെ പേര് ആമിന ബീവി, ഉപ്പയുടെ പേര് അബ്ദുള്ള. ഇനി അടുത്തത് പാഠം 4, നേരത്തെ ഉറങ്ങാം. മക്കളെ, ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. രാത്രി നേരത്തെ ഉറങ്ങുന്നത് നാം ശീലമാക്കണം. നാം രാത്രി നേരത്തെ ഉറങ്ങിയാൽ ധാരാളം ഗുണങ്ങളുണ്ട്. എന്തെല്ലാമാണ് നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ? ഈ പോയിന്റുകൾ വിദ്യാർത്ഥികൾ പഠിക്കണം. ആരോഗ്യം കൂടും. അപ്പൊ നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെ? അതുപോലെ വൈകി ഉറങ്ങിയാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ? ഇത് വിദ്യാർത്ഥികൾ വേർതിരിച്ച് മനസ്സിലാക്കണം. നേരത്തെ ഉറങ്ങിയാൽ ആരോഗ്യം കൂടും. അപ്പോ വൈകി ഉറങ്ങിയാലോ ആരോഗ്യം കുറയും. ഇനി നേരത്തെ ഉറങ്ങിയാൽ പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും. വൈകി ഉറങ്ങിയാലോ പഠനത്തിൽ ശ്രദ്ധ കുറയും, ക്ലാസ്സിൽ ഇരുന്നുറങ്ങും. ഇനി മൂന്നാമത്തത് സന്തോഷമുണ്ടാകും. നേരത്തെ ഉറങ്ങിയാൽ സന്തോഷമുണ്ടാകും. വൈകി ഉറങ്ങിയാലോ സന്തോഷം നഷ്ടപ്പെടും. ആ ഉറക്കിന്റെ ഒരു പ്രയാസം നമ്മുടെ കൽബിന്, നമ്മുടെ മനസ്സിന് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ നേരത്തെ ഉറങ്ങിയാൽ ഓർമ്മശക്തി കൂടും. വൈകി ഉറങ്ങിയാലോ ഓർമ്മശക്തി കുറയും. നേരത്തെ ഉറങ്ങിയാൽ പെരുമാറ്റം നന്നാവും, നമ്മുടെ സ്വഭാവം നന്നാവും. വൈകി ഉറങ്ങിയാലോ നമ്മുടെ പെരുമാറ്റം മോശമാവും, സ്വഭാവം മോശമാവും. അപ്പോൾ ഈ നേരത്തെ ഉറങ്ങിയാലും വൈകി ഉറങ്ങിയാലുമുള്ള കാര്യങ്ങൾ അത് നമ്മൾ വേർതിരിച്ച് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇശാഇന് മുമ്പ് ഉറങ്ങുന്നതും ഇശാഇന് ശേഷം സംസാരിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല. അപ്പൊ മഗ്രിബിന് ശേഷം, ഇശാഇന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഉറങ്ങാൻ പാടില്ല. അതേപോലെ തന്നെ ഇശാഇന് ശേഷം അനാവശ്യമായ സംസാരങ്ങളിൽ ഏർപ്പെടുന്നതൊന്നും നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല. ഇനി താഴെ പറയുന്നവയിൽ ശരിയായ കോളങ്ങൾക്ക് നിറം നൽകുക. നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾക്ക് ഇവിടെ ചില പോയിന്റുകൾ തന്നിട്ടുണ്ട്. ശരിയായതിൽ നമ്മൾ കളർ കൊടുക്കുക. നേരത്തെ ഉറങ്ങിയാൽ ഓർമ്മശക്തി കൂടും, ആ ബോക്സിന് നമ്മൾ കളർ കൊടുക്കണം. അതുപോലെ പെരുമാറ്റം നന്നാവും, സന്തോഷമുണ്ടാകും, അല്ലെ? ഇതെല്ലാം നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങളാണ്. ഇനി വായിച്ച് എഴുതാം. നാം അദബുള്ള കുട്ടികളാണ്. വിദ്യാർത്ഥികൾ ഇത് നിർബന്ധമായും എഴുതി ശീലിക്കണം. അദബുള്ള കുട്ടികൾ രാത്രി നേരത്തെ ഉറങ്ങുന്നു. ഇതുപോലെ തന്നെ നോക്കി എഴുതി പരിശീലിക്കുക. ഇനി യോജിപ്പിക്കാം. രാത്രി നേരത്തെ ഉറങ്ങൽ ഏതാണ്? നല്ല ശീലമാണ്. രാത്രി നേരത്തെ ഉറങ്ങൽ നല്ല ശീലമാണ്.
ഇനി രണ്ടാമത്തത് വൈകി ഉറങ്ങിയാൽ ആരോഗ്യം കുറയും. മൂന്നാമത്തത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല എന്ത്? ഇശാഇന് മുമ്പുള്ള ഉറക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ ഇവിടെ നാലാമത്തെ പാഠം നേരത്തെ ഉറങ്ങാം. ഇനി അഞ്ചാമത്തെ പാഠം നേരത്തെ ഉണരാം. അപ്പോൾ നേരത്തെ ഉറങ്ങിയാൽ മാത്രമാണ് നമുക്ക് നേരത്തെ ഉണരാൻ സാധിക്കുക. ഉന്മേഷത്തോടുകൂടെ നേരത്തെ ഉണരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ഉറങ്ങണം. ഇനി അഞ്ചാമത്തെ പാഠം നേരത്തെ ഉണരാം. കൂട്ടുകാരെ, നാം രാത്രി നേരത്തെ ഉറങ്ങുന്നവരാണല്ലോ. രാവിലെ നേരത്തെ ഉണരലും നാം ശീലമാക്കണം. നമുക്കൊരു പാട്ട് പാടിയാലോ? ഉറങ്ങിയിടണം നാം നേരത്തെ, ഉണരുക വേണം നേരത്തെ, കേട്ടിയിടണം നബി വചനത്തെ, കാര്യമിലാക്കണം പഠനത്തെ. നേരത്തെ ഉണർന്നാൽ എന്തൊക്കെയാണ് ഗുണങ്ങള്? ബറക്കത്ത് ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ കാര്യത്തിലും നമ്മൾ ചെയ്യുന്ന നേരത്തെ എണീറ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വലിയ ബറക്കത്ത്, വലിയ സന്തോഷങ്ങൾ അല്ലാഹു തആല നമുക്ക് തരും. അതുപോലെ ആദ്യ സമയത്ത് നമുക്ക് സുബഹി നിസ്കരിക്കാൻ പറ്റും. വൈകി ഉറങ്ങിയാലോ സുബഹി ഖളാ ആവൂലേ, സുബഹി നഷ്ടപ്പെടൂലേ? അപ്പൊ നേരത്തെ ഉണർന്നാൽ നമുക്ക് ആദ്യ സമയത്ത് തന്നെ സുബഹി നിസ്കരിക്കാം. ഇനി നേരത്തെ ഉണരൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിരാവിലെ നേരത്തെ, വളരെ നേരത്തെ തന്നെ എണീക്കുന്ന സ്വഭാവമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. അതുപോലെ നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉണരാം. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കുന്നവരാവണം. ഇനി വൈകി ഉണർന്നാലോ ബറക്കത്ത് നഷ്ടമാകും. അതുപോലെ സുബഹി നിസ്കാരം ഖളാ ആകും. വൈകി ഉറങ്ങിയാൽ ഉണരാൻ വൈകും. ആ ദിവസം തന്നെ നമുക്ക് ഒരു മൂഡ് ഓഫ് ആയിരിക്കും. ഉറക്കിന്റെ ഒരു പ്രയാസം നമ്മുടെ ആ ഒരു ദിവസത്തിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കും. അതുകൊണ്ട് നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുന്ന ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹുവേ, എന്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണമേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ആരാ ദുആ ചെയ്തത്? മുത്തുനബിയാണ് ദുആ ചെയ്തത്. അല്ലാഹു തആല എന്തായാലും സ്വീകരിക്കും. അതുകൊണ്ട് നമ്മൾ നേരത്തെ എണീറ്റ് നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹുവിനോട് നേരത്തെ ചോദിക്കുക. അതുപോലെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ എണീറ്റ് ചെയ്യുമ്പോൾ, പഠിക്കാനുള്ള വിഷയങ്ങളൊക്കെ അതിരാവിലെ എണീറ്റ് നമ്മൾ പഠിക്കുമ്പോൾ അല്ലാഹു തആല നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഓർമ്മയിലേക്ക് വരുത്തുകയും നല്ല ബുദ്ധിശക്തിയും ഒക്കെ അല്ലാഹു തആല നമുക്ക് വർദ്ധിപ്പിച്ചു തരും. അതുകൊണ്ട് നേരത്തെ എണീക്കുന്ന ഒരു ശൈലി നമുക്ക് ഉണ്ടാവണം. പൂരിപ്പിക്കാം. നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉണരും, ഉറങ്ങാൻ വൈകിയാൽ ഉണരാൻ വൈകും. ഇനി വേർതിരിക്കാം. ബറക്കത്തുണ്ടാകും, സുബഹ് ഖളാ ആകും. ആദ്യ സമയത്ത് സുബഹ് നിസ്കരിക്കാം, ബറക്കത്തില്ലാതാകും. യോജിച്ചത് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. അപ്പൊ നേരത്തെ ഉണർന്നാൽ ബറക്കത്തുണ്ടാകും, ആദ്യ സമയത്ത് സുബഹ് നിസ്കരിക്കാം. വൈകി ഉണർന്നാലോ സുബഹ് ഖളാ ആകും, ബറക്കത്ത് ഇല്ലാതാകും. ഇതുപോലെ നമ്മൾ വേർതിരിച്ച് എഴുതുകയാണ് വേണ്ടത്. ഇനി പൂർത്തിയാക്കാം. അല്ലാഹുവേ, എന്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണമേ. ഇനി അടുത്തത് പാഠം 6, മിസ്വാക്ക് ചെയ്യാം. മിസ്വാക്ക് ചെയ്യാം. നമുക്ക് ഈ ഫോട്ടോ കണ്ടാൽ തന്നെ അത് മനസ്സിലാകും. ബ്രഷ് ചെയ്യലാണ്. മക്കളെ, നിങ്ങൾ പുഞ്ചിരിക്കാറില്ലേ? ചിരിക്കുന്ന മുഖവും പല്ലും കാണാൻ എന്ത് രസമാണ്! അവ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. പല്ലുകൾ നാം എപ്പോഴും വൃത്തിയിൽ സൂക്ഷിക്കണം. അതിന് നാം മിസ്വാക്ക് ചെയ്യണം. നമുക്ക് ഒരു പാട്ട് പാടിയാലോ? പല്ലും നാവും തേച്ചിടണം, റബ്ബിനിഷ്ടം നേടിടണം. അപ്പോ പല്ല് തേക്കുന്നതിലൂടെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. നമ്മൾ പല്ല് തേക്കുമ്പോൾ അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അതുപോലെ ഉറങ്ങണമെന്ന് നനച്ചാലോ പല്ലുകൾ തേച്ച് കിടന്നിടണം. ഉറങ്ങുന്നതിന് മുമ്പ് പല്ലുകൾ തേച്ച് മിസ്വാക്ക് ചെയ്താണ് നമ്മൾ ഉറങ്ങേണ്ടത്. നമ്മൾ ഉറക്കമുണർന്നാലോ പല്ലുകൾ നന്നായി തേച്ചിടണം. അപ്പോൾ ഉറങ്ങി എണീറ്റാലും നമ്മൾ മിസ്വാക്ക് ചെയ്യണം. മുത്ത് റസൂലിൻ സുന്നത്ത് ജീവിത ശൈലി യഥാക്കിയിടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മിസ്വാക്ക് ചെയ്യുന്നതിന്റെ മഹത്വങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാവിലെ എണീറ്റാലും രാത്രി ഉറങ്ങുന്ന സമയത്തും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? മിസ്വാക്ക് ചെയ്യണം. ഭക്ഷണം കഴിച്ചതിന് ശേഷം, നിസ്കരിക്കാൻ നിൽക്കുന്നതിന് മുമ്പ്, വുളൂഇന്റെ മുമ്പ് ഒക്കെ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. അതുകൊണ്ട് ആ മിസ്വാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വായ വൃത്തിയാകുന്നു. അതുപോലെ നമ്മൾ മിസ്വാക്ക് ചെയ്യുമ്പോൾ അത് അള്ളാഹുവിന് വലിയ ഇഷ്ടവും കൂടെയാണ്. അതുകൊണ്ട് നമ്മൾ പല്ല് തേക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കണം. മിസ്വാക്ക് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അള്ളാഹു ഇഷ്ടപ്പെടും, ബുദ്ധി കൂടും, കാഴ്ച ശക്തി കൂടും, അതുപോലെ വായ വൃത്തിയാകും. നമ്മൾ മിസ്വാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വായ വളരെ മോശമായ വാസനയായിരിക്കും നമ്മുടെ വായയിൽ നിന്ന് വരിക. അതുകൊണ്ട് വായ എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ വായ ഉപയോഗിച്ചല്ലേ സംസാരിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ പല്ല് തേച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വായയിൽ നിന്ന് മോശപ്പെട്ട സ്മെല്ല്, വാസന അവരിലേക്ക് അടിക്കും. പിന്നെ ആരും നമ്മളോട് കൂടുതൽ സംസാരിക്കാനും നിൽക്കൂല. അതുകൊണ്ട് വായ നമ്മൾ എപ്പോഴും വൃത്തിയാക്കണം.
മിസ്വാക്ക് ചെയ്യേണ്ട ചില സമയങ്ങൾ ഏതൊക്കെയാണ്? ഉറങ്ങുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യണം. അതുപോലെ ഉണർന്നയുടനെ, രാവിലെ എണീറ്റ ഉടനെ എന്ത് ചെയ്യുക? നമ്മൾ മിസ്വാക്ക് ചെയ്യുക. ഖുർആൻ ഓതും മുമ്പ്, അതുപോലെ വുളൂ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ വായ വൃത്തിയാവുകയും റബ്ബ് ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. തീരുമാനമെടുക്കാം, ഞാൻ എന്നും ഉറങ്ങും മുമ്പ് മിസ്വാക്ക് ചെയ്യും, ഞാൻ എന്നും ഉണർന്നയുടനെ മിസ്വാക്ക് ചെയ്യും. വിദ്യാർത്ഥികൾ ഈ തീരുമാനമെടുത്ത് ജീവിതത്തിൽ കൊണ്ടുവരണം. എഴുതാം, മിസ്വാക്ക് ചെയ്യുന്നതിന്റെ ഗുണങ്ങളിൽ നിന്ന് 4 എണ്ണം എഴുതുക. 1, വായ വൃത്തിയാകും, അള്ളാഹു ഇഷ്ടപ്പെടും, ബുദ്ധി കൂടും, കാഴ്ച ശക്തി കൂടും. ഇതൊക്കെ മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ്. ഉസ്താദിനോട് ചോദിച്ച് പഠിക്കാം. മിസ്വാക്ക് ചെയ്യുന്നതിന്റെ രൂപം എങ്ങനെയാണ്? മിസ്വാക്ക് ചെയ്യുന്നതിന്റെ രൂപം, പല്ലില് നമ്മളിങ്ങനെ വീതിയിലും അതുപോലെ നാവിൽ നീളത്തിലും, അങ്ങനെയാണ് നമ്മൾ മിസ്വാക്ക് ചെയ്യേണ്ടത്. നാവിൽ ഇങ്ങനെ നീളത്തിലും പല്ലിൽ വീതിയിലുമാണ് നമ്മൾ മിസ്വാക്ക് ചെയ്യേണ്ടത്. ഉസ്താദുമാര് അത് കാണിച്ചു തന്നിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തത് പാഠം 7, നഖം മുറിക്കാം. ഇവിടെ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. നമ്മൾ കയ്യിലെയും കാലിലെയും ഒക്കെ നഖങ്ങൾ മുറിക്കാറുണ്ട്. നമുക്ക് തോന്നിയതുപോലെയായിരിക്കും ഇതുവരെ നമ്മൾ മുറിച്ചിട്ടുണ്ടാവുക. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരു ക്രമമുണ്ട്. എങ്ങനെയാണ് നഖം മുറിക്കേണ്ടത്, എവിടുന്നാണ് തുടങ്ങേണ്ടത്, എവിടെയാണ് അവസാനിക്കേണ്ടത് എന്നുള്ളൊരു ക്രമമുണ്ട്. ഈ ചിത്രത്തിലൂടെ വളരെ വ്യക്തമായി അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ? ആദ്യം വലത് കൈയിന്റെ ചൂണ്ടുവിരല്, അതാണ് ആദ്യമായി നമ്മൾ, ആ നഖമാണ് ആദ്യമായി മുറിക്കേണ്ടത്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് 2, 3, 4, പിന്നെ അവസാനമാണ് എന്ത്? പിന്നെ തള്ളവിരലിന്റെ നഖം മുറിക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ ഇടത് കൈയിലെ ചെറുവിരലിൽ നിന്ന് തുടങ്ങി തള്ളവിരലിൽ അവസാനിക്കുന്ന രൂപത്തിലാണ് നമ്മൾ നഖം മുറിക്കേണ്ടത്. മക്കളെ, നിങ്ങളുടെ കൈവിരലുകൾ നിവർത്തി നോക്കൂ. എത്ര സുന്ദരമായ നഖങ്ങൾ! നഖങ്ങൾ മുറിച്ച് വൃത്തിയാക്കണം. നഖം മുറിക്കൽ നല്ല ശീലമാണ്. നഖം മുറിക്കൽ പ്രധാന സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണ്. നഖം മുറിക്കാൻ ഏറ്റവും ഉത്തമം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയുമാണ്. നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം കഴുകേണ്ടതാണ്. അതുപോലെ നഖം നീട്ടി വളർത്തരുത്. നീണ്ട നഖങ്ങൾക്കടിയിൽ രോഗാണുക്കൾ വസിക്കും. അതുകൊണ്ട് എല്ലാ ആഴ്ചയും നമ്മൾ നഖം വൃത്തിയാക്കണം. നഖം മുറിച്ച് നമ്മൾ വൃത്തിയാവണം. വൃത്തി ഈമാനിന്റെ ഭാഗമാണ്. വൃത്തിയുള്ളവർ അല്ലാഹു തആലാക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നഖം മുറിക്കുക എന്നുള്ളത് നമ്മുടെ വൃത്തിയുടെ ഭാഗമാണ്. അതുകൊണ്ട് എല്ലാ ആഴ്ചയും, വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ, നമ്മൾ കൃത്യമായി നഖം മുറിക്കുന്ന ഒരു സ്വഭാവവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. ഉത്തരം എഴുതാം. നഖം മുറിച്ച ഉടനെ എന്ത് ചെയ്യണം? ആ മുറിച്ച ഭാഗം നമ്മൾ കഴുകണം. നഖം എപ്പോഴും സൂക്ഷിക്കണം. എങ്ങനെ? വൃത്തിയായി സൂക്ഷിക്കണം. ഇനി ശരിയായതിന് നിറം നൽകാം. നഖം മുറിക്കാൻ ഉത്തമമായ ദിവസം ഏതൊക്കെയാണ്? വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും. പൂർത്തിയാക്കാം. നീണ്ട നഖങ്ങൾക്കടിയിൽ ആരാ വസിക്കുക? രോഗാണുക്കൾ വസിക്കും. വൃത്തി ഈമാനിന്റെ ഭാഗമാണ്. ഇനി ഇവിടെ താഴെ കാലിലെ വിരലുകളുടെ നഖം മുറിക്കുന്ന രൂപം, അതിന്റെ ക്രമം ഇവിടെ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് കാലിന്റെ വിരലുകൾ നഖം മുറിക്കേണ്ടത്? കണ്ടോ? വലത് കാലിന്റെ ചെറുവിരലിൽ നിന്ന് തുടങ്ങി ഇടത് കാലിന്റെ ചെറുവിരലിൽ അവസാനിക്കുന്ന രൂപത്തിലാണ് നമ്മൾ നഖം മുറിക്കേണ്ടത്. ഈ 2 പിക്ചറും, ഈ കാലിന്റെയും അതുപോലെ ഈ കൈയിന്റെയും പിക്ചർ വിദ്യാർത്ഥികളുടെ മനസ്സിൽ അതുപോലെ സൂക്ഷിച്ചു വെക്കുക. ഈ രൂപത്തിലാണ് നമ്മൾ എപ്പോഴും ഇനി അങ്ങോട്ട് നഖം മുറിക്കേണ്ടത്. ഇനി അടുത്തത് പാഠം 8, സത്യം പറഞ്ഞ് സ്വർഗം നേടാം. നമ്മൾ എപ്പോഴും സത്യം മാത്രമേ പറയാവൂ. കുട്ടികളെ, നിങ്ങൾക്ക് സ്വർഗം ഇഷ്ടമാണല്ലോ. സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന നല്ല ശീലമാണ് സത്യം പറയൽ. ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം പറയൽ. ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം. നിങ്ങൾ സത്യവാന്മാരോട് കൂടെയാവണം എന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. സത്യം പറയൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശീലമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തമാശക്ക് പോലും കളവ് പറയാറില്ലായിരുന്നു. എപ്പോഴും സത്യം മാത്രം പറയുന്ന ആളായിരുന്നു. അതുകൊണ്ടല്ലേ മക്കക്കാര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അൽ അമീൻ എന്ന പേര് പോലും നബി തങ്ങൾക്ക് കൊടുത്തത്. സത്യം മാത്രമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്നത്. സത്യം പറയുന്നവരെ എല്ലാവരും ഇഷ്ടപ്പെടും. കളവ് പറയൽ മുനാഫിക്കിന്റെ, കപടവിശ്വാസിയുടെ ശീലമാണ്. സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും എത്തിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ ജീവിതത്തിൽ സത്യം മാത്രമേ പറയാവൂ. നന്മയിലേക്ക്, സ്വർഗത്തിലേക്ക്. സത്യം നന്മയിലേക്ക് എത്തിക്കുന്നു, നന്മ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നു. പ്രതിജ്ഞയെടുക്കാം. ഞാൻ സത്യം മാത്രമേ പറയൂ എന്ന് ഓരോ വിദ്യാർത്ഥിയും ഈ പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. കളവ് പറയുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാവാൻ പാടില്ല.
പൂർത്തിയാക്കാം. ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം. കളവ് പറയുന്ന ശീലം ആരുടെ അടയാളമാണ്? മുനാഫിക്കിന്റെ അടയാളമാണ്, കപടവിശ്വാസിയുടെ അടയാളമാണ്. സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും എത്തിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് പാഠം 9, ഉസ്താദുമാർ. ആരാണ് ഉസ്താദ്? നമുക്ക് നല്ലത് മാത്രം പഠിപ്പിച്ചു തരുന്നവരാണ് ഉസ്താദുമാർ. അവരെ നാം ആദരിക്കുകയും അനുസരിക്കുകയും വേണം. നിങ്ങൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എന്ന മഹാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലോക പ്രശസ്തനായ ഒരു മഹാപണ്ഡിതനായിരുന്നു ആര്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ മുഹമ്മദ് എന്ന പേരുള്ള ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. മുഹമ്മദിന് ഉസ്താദിനോട് വലിയ അദബും ആദരവുമായിരുന്നു. ഉസ്താദിന് പ്രയാസമാകുന്ന ഒരു ശബ്ദം പോലും ഉസ്താദിന്റെ അടുക്കൽ വെച്ച് ഉണ്ടാക്കുന്നത് മുഹമ്മദ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഉസ്താദിന്റെ അടുത്ത് വെച്ച് കിതാബിന്റെ പേജുകൾ മറിക്കുമ്പോൾ കടലാസന്റെ ശബ്ദം പോലും കേൾക്കാതിരിക്കാൻ മുഹമ്മദ് പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. വളരെ ശ്രദ്ധയോടുകൂടെയായിരുന്നു കിതാബുകൾ പോലും മറിച്ചിരുന്നത്. ഉസ്താദുമാരോട് വലിയ അദബും ആദരവും കാണിച്ച മുഹമ്മദ് എന്ന ആ വിദ്യാർത്ഥിയാണ് പിന്നീട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എന്ന പേരിൽ ലോക പ്രശസ്തനായ പണ്ഡിതനായി മാറിയത്. നമ്മുടെയൊക്കെ മദ്ഹബിന്റെ ഇമാമാണ് ആര്? ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. ആ ഇമാം ഷാഫിഈ തങ്ങളെ ഇത്രയും വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക് അള്ളാഹു ഉയർത്താനുള്ള കാരണം എന്തായിരുന്നു? തന്റെ ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് കാണിച്ച അദബും ബഹുമാനവും മര്യാദയുമായിരുന്നു. നമ്മളും നമ്മുടെ ഉസ്താദുമാരോട്, നമ്മുടെ മാതാപിതാക്കളോട്, മുതിർന്നവരോട് നമ്മൾ ആദരവ് കാണിക്കണം. അവരെ നമ്മൾ ആദരിക്കണം, അവരെ നമ്മൾ ബഹുമാനിക്കണം. ഈ കഥയിലെ ഗുണപാഠങ്ങൾ എന്തൊക്കെയാണ്? ഉസ്താദുമാരെ ആദരിക്കണം, ഉസ്താദുമാരുടെ അടുത്ത് വെച്ച് ശബ്ദമുണ്ടാക്കരുത്. അതുപോലെ ഉസ്താദുമാരെ ആദരിക്കുന്നവർ വലിയ വിജയം നേടും. അതാണ് ഷാഫി ഇമാമിന്റെ ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ഞാൻ മുഅല്ലിമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്താദായി നിയോഗിക്കപ്പെട്ടവരാണ്. ആ മുത്തുനബിയല്ലേ നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നത്. അപ്പൊ നബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഏറ്റവും വലിയ ഉസ്താദ്. ഉസ്താദുമാരോട് വലിയ ആദരവ് കാണിച്ചിരുന്നു ആര്? മുഹമ്മദ് എന്ന മോൻ, എന്ന് വെച്ചാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഷാഫിഈ ഇമാമിന്റെ യഥാർത്ഥ പേരെന്താണ്? മുഹമ്മദ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദിന്റെ പേരെന്താണ്? മാലിക് റളിയല്ലാഹു അൻഹു. ഉസ്താദുമാർ എന്ത് പഠിപ്പിക്കുന്നു? നന്മകൾ, നല്ലത് മാത്രമാണ് ഉസ്താദുമാർ പഠിപ്പിക്കുന്നത്. ഇനി പൂരിപ്പിക്കാം. ഉസ്താദുമാരെ ആദരിക്കുന്നവർ വലിയ വിജയം നേടും. അർത്ഥം എഴുതാം. ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ഞാൻ മുഅല്ലിമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഇവിടെ കേട്ടെഴുതാം. പ്രശസ്തൻ, ശിഷ്യന്മാർ, ശബ്ദം, ഇതൊക്കെ വിദ്യാർത്ഥികൾ ഈ വാക്കുകളൊക്കെ എഴുതി പഠിക്കുകയും കൂടെ വേണം. ഇനി അവസാനത്തെ പാഠം, ഞാൻ നല്ല കുട്ടി. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ കിതാബിൽ നിന്ന് പല നല്ല കാര്യങ്ങളും നാം പഠിച്ചു. ഒന്നാമത്തെ പാഠം മുതൽ ഈ 9 പാഠങ്ങളിലായി പല നല്ല കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ജീവിതത്തിൽ പകർത്തിയ ആ നല്ല കാര്യങ്ങൾ ഓർത്തെടുക്കാം. എന്തൊക്കെയാണത്? ഞാൻ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലുന്നു. അതുപോലെ ഞാൻ നേരത്തെ ഉറങ്ങുന്നു, ഞാൻ നേരത്തെ ഉണരുന്നു, ഞാൻ എന്നും മിസ്വാക്ക് ചെയ്യുന്നു, ഞാൻ എല്ലാ വ്യാഴാഴ്ചയും നഖം മുറിക്കുന്നു, ഞാൻ നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം കഴുകാറുണ്ട്, സലാം ചൊല്ലുന്നത് എന്റെ ശീലമാണ്, ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ, ഞാൻ ഉമ്മയെയും ഉപ്പയെയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു, ഞാൻ ഉസ്താദുമാരെ ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ പാഠങ്ങളിലായിട്ട് പഠിച്ചതാണ്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ഇത് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മാത്രം ഒരു പഠനമാവരുത്. ഈ നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. സ്വയം വിലയിരുത്താം, എന്നിട്ട് ശരി അടയാളപ്പെടുത്താം. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലുന്ന ശീലം എനിക്കുണ്ടോ? ഓരോ വിദ്യാർത്ഥിയും ഇത് പൂരിപ്പിക്കണം. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. നമ്മൾ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴൊക്കെ ബിസ്മി ചൊല്ലുന്ന ശീലം കൊണ്ടുവരണം. നേരത്തെ ഉറങ്ങുന്ന പതിവ് എനിക്കുണ്ടോ? നേരത്തെ ഉറങ്ങുന്ന പതിവിലേക്ക് നമ്മൾ എത്തണം. ഞാൻ നേരത്തെ ഉണരാറുണ്ടോ? പല്ല് തേക്കുന്ന ശീലം എനിക്കുണ്ടോ? കൃത്യമായി നഖം മുറിക്കാറുണ്ടോ? നഖം മുറിച്ചാൽ ഉടനെ മുറിച്ച സ്ഥലം കഴുകാറുണ്ടോ? സലാം ചൊല്ലുന്ന പതിവ് എനിക്കുണ്ടോ? സത്യം പറയുന്ന ശീലം എനിക്കുണ്ടോ? ഞാൻ ഉമ്മയെയും ഉപ്പയെയും അനുസരിക്കാറുണ്ടോ? ഞാൻ ഉസ്താദുമാരെ ബഹുമാനിക്കാറുണ്ടോ?
ഓരോ വിദ്യാർത്ഥിയും ഈ കോളങ്ങൾ നിർബന്ധമായും പൂരിപ്പിക്കണം, ഒരു പുനർവിചിന്തനം നടത്തണം. എന്നിട്ട് നമ്മൾ ഇതിന്റെ പോസിറ്റീവിലേക്ക്, ഈ നന്മയിലേക്ക്, ഈ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ദുറൂസുൽ ഇഹ്സാൻ എന്ന കിതാബിൽ നമുക്ക് പഠിക്കാനുള്ളത്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ 10 പാഠങ്ങളും പലതവണ ആവർത്തിച്ച് വായിക്കുകയും എഴുതി പരിശീലിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ മക്കളും നല്ല രൂപത്തിൽ ഉത്തരങ്ങൾ എഴുതണം, എങ്കിൽ മാത്രമാണ് 3ാം ക്ലാസ്സിലേക്ക് പ്രവേശനം ലഭിക്കുക. അള്ളാഹു എല്ലാ മക്കൾക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.